നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു സ്വരാജ്, അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. അപ്പോൾ ഏതാണ്ട് നിലമൊക്കെ ഉഴുതു മറിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി എന്ന നിലയിലായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ CPM കാണിച്ച ഒരു ആർജവമുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ നിലമ്പൂർ സ്വദേശി കൂടിയായ സ്വരാജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു കടുത്ത മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ അതിനൊരു രക്തസാക്ഷി പരിവേഷമുണ്ടെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും ഇതിൻ്റെ പിന്നാലെ വന്നേക്കാം. സാർ, എങ്ങനെയാണ് ഇതിനെ കാണുക? ഈ തീരുമാനം CPM സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിജയമായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ്. കാരണം ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളെ അഭിസംബോധന ചെയ്യേണ്ടത്. കാരണം നിലമ്പൂരിൽ ഈ ഉപതിരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുന്നതിനെക്കുറിച്ചല്ല പാർട്ടി തീരുമാനിച്ചതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം പാർട്ടിയെ വെല്ലുവിളിച്ച് പിണറായിസത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുമെന്നൊക്കെ പറഞ്ഞ് PV അൻവർ എന്ന് പറഞ്ഞ് അവർ തന്നെ നേരത്തെ ചുമന്നുകൊണ്ട് നടന്നിരുന്നതായിട്ടുള്ളൊരു സ്വതന്ത്രൻ അവരെ വെല്ലുവിളിക്കുകയും അവർക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ആഘാതം സൃഷ്ടിക്കുകയും ചെയ്ത സമയത്ത് എങ്ങനെ അതിനെ നേരിടണം, അതിന് നേരിടേണ്ടത് പാർട്ടിയായിട്ടാണ് നേരിടേണ്ടതെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കുക. ഒരു സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയെ മത്സരിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര ശക്തമായിട്ട് രാഷ്ട്രീയമായി അതിനെ നേരിടാനായിട്ട് തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് CPM സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്ന രീതിയിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിനെ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു. കാരണം വലിയ ആവേശമായിരിക്കും സഹാക്കളെ സംബന്ധിച്ചിടത്തോളം. സഹാക്കൾ അതിശക്തമായിട്ട് അവർക്ക് ഏറ്റവും ഉചിതനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയെന്നുള്ള കാരണം വെച്ചാൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ, SFIയുടെ മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അംഗം, പിന്നെ ആയിരുന്നു, പിന്നെ തൃപ്പൂണിത്തുറയിൽ MLA ആയിരുന്നു, കെ ബാബുവിനെ തോപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു ശരിക്കും പറഞ്ഞതിൻ്റെയിൽ ഒരു ഡാർക്ക് ഹോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ മത്സരത്തിന് ലഭ്യമാകുക എന്ന് പറയുന്നത് വലിയ ആവേശമായിരിക്കുകയാണ് ഇയാൾക്കുണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല CPM ഇതിനെ രാഷ്ട്രീയമായി നേരിട്ടു, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അതിനെ മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി വിജയനെ തോൽപ്പിക്കുക, പിണറായി വിജയൻ്റെ നിലപാടുകൾ തകർക്കുക, ഇതൊക്കെയാണ് എപ്പോഴും PV അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അൻവറിനെ ഉപയോഗപ്പെടുത്തി പിണറായി വിജയൻ ചില നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയെന്ന് പറയപ്പെടുന്നു. ഇപ്പം നേരെ തിരിച്ചൊരു നിലപാടെടുക്കുന്നു. അപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പിണറായി മുമ്പോട്ട് വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇനി നീ മത്സരിക്കാൻ വന്നാൽ പോലും ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം, ഈ രീതിയിലുള്ള ഒരു ആഘാതം. ഒപ്പം ആര്യാടൻ ഷൗക്കത്തിന് അവിടെ കാലങ്ങളായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് CPM കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്നത് അൻവർ തന്നെയാണ്. ഇത് മുഴുവൻ എനിക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള അമിത ആത്മവിശ്വാസം അൻവറിനുണ്ട്. അവിടേക്കാണ് സ്വരാജ് എന്ന് പറയുന്ന കരുത്തരായ സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി രംഗത്തിറക്കിയത്. അപ്പോൾ അൻവറിനുള്ള മറുപടിയാണിത്. ശരിക്കും അൻവറിന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ ശത്രുക്കൾക്കും എതിരായിട്ടുള്ള ഒരു വലിയ ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ എനിക്കൊന്ന് ആരൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ പറഞ്ഞ്. ആ വെല്ലുവിളിയൊക്കെ അതിശക്തമായിട്ടുള്ള രീതിയിൽ നേരിട്ടു എന്നാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റിയ തീരുമാനമാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ശരിയും. കാരണം നേരത്തെയൊക്കെ നിലമ്പൂരിൽ മത്സരിക്കുന്ന സമയത്ത് CPM ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എങ്ങനെ നിലമ്പൂർ വിജയിക്കാം എന്നുള്ളത് മാത്രമാണ്. അവിടെ രാഷ്ട്രീയം വിജയിപ്പിക്കലല്ല ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് ആ സീറ്റ് എങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം കോൺഗ്രസിൻ്റെ കുത്തകയായിട്ട് നിൽക്കുന്ന ഒരു സീറ്റായിരുന്നു, ആര്യാടെ മുഹമ്മദിൻ്റെ കുത്തക സീറ്റായിട്ട്. കുഞ്ഞാലി എന്ന് പറയുന്ന സഖാവ് രണ്ടു വട്ടം ജയിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ വെടിയേറ്റ് കുഞ്ഞാലി മരിച്ചതിന് ശേഷം ഉള്ള ആ തെരഞ്ഞെടുപ്പിൽ പോലും CPM വിജയിക്കാൻ കഴിഞ്ഞില്ല. പകരം ഒന്ന് ഗംഗാധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് വിജയിച്ചത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് അന്നങ്ങനെ സംഭവിച്ചത്. കാരണം ഒരാൾ വെടിയേറ്റ് മരിക്കുന്നു, എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷിത്വത്തിന് പോലും യാതൊരു വിലയില്ലാത്ത തരത്തിൽ കോൺഗ്രസ് അവിടെ വിജയം നേടുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളന്ന് കണ്ടൊരു കാര്യം. അതിന് കാരണമുണ്ട് ശരിക്കും പറഞ്ഞ്. കാരണം കുഞ്ഞാലി മത്സരിച്ച് ജയിക്കുമ്പോഴൊക്കെ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് യഥാർത്ഥത്തിൽ CPM ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കൂടിയായിരിക്കണം അവർ അന്ന് വിജയിക്കുകയും പിന്നീട് തോറ്റുപോവുകയും ചെയ്തതാണ്. മുസ്ലിം ലീഗ് അപ്പുറത്തേക്ക് പോയി. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനം ഈ മണ്ഡലത്തിൽ വളരെ കൂടുതലാണ്. എന്നാൽ എല്ലാ തരത്തിലുള്ള
CPM-നെ വെല്ലുവിളിക്കുന്ന എല്ലാ തരത്തിലുള്ള ശക്തികൾക്കുമെതിരെ അതിശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ നേരത്തെ CPM പ്ലാൻ ചെയ്തിരിക്കുന്നത് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അൻവർ രാജിവെച്ച് പുറത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ സ്വരാജ് നിരന്തരമായ പ്രവർത്തനത്തിലാണ്. സ്വരാജ് അവിടെ ഉണ്ട്, തുടക്കം മുതലുണ്ട്. ഏത് സ്ഥാനാർത്ഥി വന്നാലും സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം വന്നാൽ മതി എന്ന നിലയ്ക്ക് പാർട്ടി എണ്ണയിട്ട യന്ത്രത്തെ പോലെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. വർക്കിങ്ങെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ എത്രമാത്രം വോട്ട് CPM-ന് കിട്ടുമോ അത് കൃത്യമായിട്ട് CPM-ന് കിട്ടും. അതിൽ കൂടുതലൊന്നും അവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. ജയിക്കോ തോക്കോ എന്നൊന്നും ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ CPM-നെ അങ്ങനെ വിശ്വാസം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ CPM ഒറ്റ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ, CPM-ൻ്റെ വോട്ടുകൾ മുഴുവനും CPM-ൻ്റെ പെട്ടിയിൽ തന്നെ വീഴണം. അതിനാണ് ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വാഗ്മി, ഏറ്റവും സുന്ദരമായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ഈ യുവനേതാവിനെ തന്നെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നല്ല രാഷ്ട്രീയ പോരാട്ടമായി മാറുന്നു. ഇന്നലെ വരെ ഈ ചർച്ചകളെല്ലാം PV അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നടന്നതെങ്കിൽ നാളെ മുതൽ PV അൻവർ ചിത്രത്തിലില്ല എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ പോരാട്ടമായി മാറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അതേപോലെ തന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും അതേപോലെ തന്നെ സ്വരാജും തമ്മിലുള്ള മത്സരമായിട്ട് ഈ മത്സരം മാറിയിരിക്കുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ മാധ്യമങ്ങളിലും ചർച്ചകളിലുമൊക്കെ അവർ മാത്രം പ്രമുഖമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും അൻവർ അടിഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വളരെ ആധിപത്യമുള്ളൊരു ജില്ലയാണ്. അവിടെയാണ് നിലമ്പൂർ, വണ്ടൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു പിന്തുണയുണ്ട്, അത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിനെ അവിടെയൊക്കെ വളർത്തിയെടുക്കുന്നതിൽ ഈ ആര്യാടൻ മുഹമ്മദിന് ഗണ്യമായൊരു പങ്കുണ്ടായിരുന്നു. എന്തായത് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും ഈ കോൺഗ്രസിൻ്റെ ആധിപത്യം. പക്ഷേ കഴിഞ്ഞ തവണ PV അൻവർ അവിടെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നു, ഇടത് സ്വതന്ത്രനായിട്ട്. അതിനുശേഷം അൻവറിൻ്റെ സ്വാധീനത്തോട് കൂടിക്കൊണ്ടാണ് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെ CPM-ൻ്റെ കൈപ്പിടിയിലേക്ക് വരികയും ചെയ്തു. അതായത് വർഷങ്ങൾക്ക് ശേഷം നഗരസഭയുടെ ഭരണം ഇടതുമുന്നണിക്ക് കിട്ടുന്നത്. ഇത്തരത്തിലൊരു നീക്കം നടത്തിയതുകൊണ്ട് ഈ അൻവർ അവിടെ ചില വിത്തുകളൊക്കെ പാകിയിട്ടു. അതിൻ്റെ ഫലം കൊയ്യാൻ സ്വരാജിനെ പോലെ സമർത്ഥനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ പറ്റും എന്ന് CPM തീരുമാനിക്കുന്നു. മാത്രമല്ല അൻവറിന് മറുപടി കൊടുക്കുക എന്നുള്ളത് CPM-ൻ്റെ ഒരു പ്രധാന ലക്ഷ്യവും അജണ്ടയുമായിരിക്കും. കാരണം അയാൾ വലിയ വെല്ലുവിളി നടത്തുന്നത്. പിണറായി വിജയനെ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ട് നിർത്തുന്നത് ഒരിക്കലും ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയിട്ടല്ല, വിജയിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല എന്ന് അൻവർ പറയുന്നു. എങ്കിലും കോൺഗ്രസ് ആർജവത്തോടെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. ഇവിടെ ഈ M സ്വരാജ് എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും മിടുക്കരാണ്, പ്രഗത്ഭരാണ്, പ്രത്യേകിച്ച് നിലമ്പൂരുകാരാണ്. അതിനിടയ്ക്ക് ഈ അൻവർ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പാഴായിപ്പോയ നീക്കമായിരുന്നു എന്ന് തെളിയിക്കാൻ അവിടുത്തെ ജനങ്ങൾ മുൻകൈ എടുക്കുമോ? അങ്ങനെ തന്നെ ആയിരിക്കും ഇതിനകത്ത് സംഭവിക്കുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി മാറിയല്ലോ. മുൻപ് കണ്ടിരുന്ന പോലെ അല്ലല്ല ഇനിയിപ്പോൾ നാളെ മുതൽ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഇനി എവിടെ ഏതെങ്കിലും ബംഗാളിയെ മാർക്സിസ്റ്റുകാർ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പല രീതിയിലും ഉള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ CPM ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു, കൃത്യമായിട്ട് പ്ലാനോടുകൂടി തന്നെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അത്രയും കാലം കൃത്യമായിട്ട് സ്വരാജ് അവിടെ പ്രവർത്തനത്തിലുണ്ടാവുകയും അങ്ങനെ സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് വളരെ കൃത്യമായിട്ട് CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ CPM-ന് ഉണ്ടാവും. കാരണം ഇത് ബാക്കിയുള്ള എല്ലാ പരിപാടികളും മാറി, ഇതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വന്നു. നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്, സിനുജി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിലമ്പൂർ, വണ്ടൂർ പോലെയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുകൊണ്ട് കോൺഗ്രസ് ആധിപത്യം പുലർത്തുന്നു, മുസ്ലിം ലീഗിന് അതിൻ്റെ മേലിൽ കയറി കളിക്കാൻ പറ്റാതിരിക്കുമെന്ന് വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് വലിയ ഒരു ടവറിങ് പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ പടർച്ചയും വളർച്ചയും ഒക്കെ തടഞ്ഞത് ആര്യാടനായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ അത് കുറേം കൂടി ശക്തമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസ്സിനെ മുന്നോട്ട് പോകാനായിട്ട് ഊർജ്ജമായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അങ്ങനെ തുടരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിലേക്ക് അത് പോകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. മുസ്ലിം ലീഗിന് ആവശ്യമായിട്ടുള്ള വോട്ടുകളൊക്കെ ഇവിടെയുണ്ട്, പക്ഷേ അത് വളർന്നു വലുതാവാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നൊരു കാര്യം രാഷ്ട്രീയമായിട്ട് ഏറ്റവും മികച്ച തീരുമാനമാണ്. പുറത്തുനിന്ന് ആളുകൾ പറയും അയാളെ എന്താണ് രക്തസാക്ഷിയാക്കാനായിട്ടും അതുപോലെ ഒതുക്കാനും. അങ്ങനെ ഒതുക്കലല്ല, ഇത് പാർട്ടിക്ക് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളിയുടെ മനസ്സുമായിട്ട് പോകേണ്ട ഒരു ആവശ്യമാണ്.
നീ ഇവിടെ യുദ്ധം ചെയ്യാൻ പോകാനായിട്ട് പാർട്ടി പറയുന്നു, ശരി ഞാൻ പോയിക്കൊള്ളാം എന്ന് സ്വരാജ് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ള വളരെ ശക്തമായിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഇത് മാറിത്തീരുന്നുണ്ട്. ഇന്നത്തെ നമ്മളിപ്പോൾ പറയുന്ന വാർത്ത ആയിരിക്കില്ല നാളെ മറ്റന്നാളൊക്കെ വേറെ സൈസ് മാറും. പക്ഷേ ഇന്ന് എന്തായി കഴിഞ്ഞാലും ഇന്നത്തെ താരം എന്ന് പറയുന്നത് ആരായി മാറി? സ്വരാജായി മാറി, പാർട്ടിയായി മാറി. ശരിക്കും അങ്ങനെ ഒരു ഗുണം ഈ പ്രഖ്യാപനത്തിനുണ്ട്. കാരണം ഇതെല്ലാ ആളുകളെയും അമ്പരപ്പിച്ച പ്രഖ്യാപനമായിട്ട് പുറത്തു വരികയുള്ളൂ. കാരണം ഇന്നലെ വരെ നമ്മൾ കേട്ടിരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഏതോ മെഡിക്കൽ സൂപ്രണ്ടിനെ സ്ഥാനാർത്ഥിയാക്കും, അതല്ലെങ്കിൽ എന്താണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ളതിനേക്കാൾ അവരൊരു എന്താണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ജാതി പരിഗണനയുടെ പ്രശ്നങ്ങളൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലല്ലോ ഇതിനകത്ത്, കൃത്യം പൊളിറ്റിക്സാണ്. CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറെ മത്സരിപ്പിക്കാനായിട്ടുള്ള ആർജവം പാർട്ടി കാണിച്ചു. അത് പാർട്ടിക്ക് നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ഈ അൻവർ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള അലമ്പുകൾ മുഴുവനും രാഷ്ട്രീയത്തിൽ മുക്കി ഒതുക്കാനായിട്ട് ഈ ഒറ്റ സ്ഥാനാർത്ഥിത്വത്തിൽ കഴിയും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.